കൊല്ലം മൈലക്കാട് ദേശീയപാത അപകടത്തിലെ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് കൈമാറി. ചതുപ്പ് പാടം മേഖലയിൽ നടത്തിയ ദേശീയപാത നിർമ്മാണങ്ങളിൽ വിശദ പഠനം വേണമെന്നാണ് ജില്ലാ കലക്ടർ നിയോഗിച്ച സംയുക്ത അന്വേഷണ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഫസ്റ്റ് ഓൺ 24 ആർ അരുൺ രാജുണ്ട് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന്. അരുൺ രാജ, ഇതിൽ ഈ ദേശീയപാത അപകടം സംബന്ധിച്ച കാര്യങ്ങളിലുള്ള അന്വേഷണ റിപ്പോർട്ട് അത് കളക്ടർക്ക് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. എന്താണ് ഈ അന്വേഷണ റിപ്പോർട്ടിലെ ഉള്ളടക്കം? ഏതൊക്കെ മേഖലകളിലാണ് ഈ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ കണ്ടെത്തിയിരിക്കുന്നത്? ഏത് സ്വഭാവത്തിലുള്ള ഒരു ഇടപെടൽ വേണം എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ടോ? ജി കെ, മൈലക്കാട് സംഭവവുമായി ബന്ധപ്പെട്ടാണ്, മൈലക്കാട് ദേശീയപാതയിലെ അപകടവുമായി ബന്ധപ്പെട്ട വിശദമായ പഠനമാണ് ഈ കളക്ടർ നിയോഗിച്ച സംയുക്ത സമിതി നടത്തിയത്. 2 അന്വേഷണമാണ് നടന്നത്. ഒന്ന് ദേശീയപാത അതോറിറ്റിയും 2 സംയുക്ത സമിതിയും അന്വേഷണം നടത്തി. ഈ സംയുക്ത സമിതിയിൽ ഉണ്ടായിരുന്നത് ദേശീയപാതയിലെ ഉദ്യോഗസ്ഥരൊഴികെയുള്ള സംസ്ഥാന സർക്കാരിലെ ജീവനക്കാരാണ്. പൊതുമരാമത്ത് വകുപ്പ്, ഭൂഗർഭ വകുപ്പ്, അതുമായി ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകൾ എന്നിവയിലെ ഉദ്യോഗസ്ഥരാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ചതുപ്പ് പാടം മേഖലയിലെ ദേശീയപാത നിർമ്മാണത്തിൽ ഒരു വിശദമായ പഠനം വേണം, ഈ നിർമ്മാണങ്ങളിൽ ഒരു പഠനം വേണം എന്നുള്ളതാണ് ഈ അന്വേഷണ സമിതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ശുപാർശ. ഉയരത്തിൽ മണ്ണ് ഉയർത്തി പാടങ്ങളും ചതുപ്പുകളും നികത്തി നിർമ്മിച്ച ഈ ദേശീയപാതകൾ അതിൽ എത്രത്തോളം ഉറപ്പുണ്ട് എന്ന കാര്യത്തിൽ കൃത്യമായ പരിശോധനയില്ലാതെ ഇനി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. പലയിടങ്ങളിലും വൈഡക്റ്റ് രീതി പരീക്ഷിക്കണം എന്നുള്ളതാണ്. അതായത് കോൺക്രീറ്റ് ആർച്ച് പോലെ കെട്ടി അതിന് മുകളിലൂടെ ദേശീയപാത നിർമ്മാണം നടത്തണം എന്നുള്ളതാണ് ഇവർ അവലംബിക്കുന്ന പ്രധാനപ്പെട്ട മാർഗം. ഇത് ഈ അടിയിലൂടെയുള്ള വെള്ളം ഒഴുക്കിനെ തടസ്സപ്പെടുത്താതെ ഈ രീതി മാത്രമേ നിലവിൽ ഉപയോഗപ്രദമാകുകയുള്ളൂ. മറ്റിടങ്ങളിൽ ഈ തോടും ചതുപ്പുമുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ആ രീതി അവലംബിച്ചാൽ അത് വരും കാലങ്ങളിൽ വലിയ ദോഷം ചെയ്യും എന്നുള്ളതാണ് ഈ സംയുക്ത സമിതിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കളക്ടർ ഈ സംയുക്ത സമിതിയുടെ റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും. ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഹെഡ് എന്ന നിലയിലാണ് കളക്ടർക്ക് ഈ റിപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ ചതുപ്പ് നിലങ്ങളിലാണ് കൂടുതൽ സ്ഥലങ്ങളിലും ഈ ബലക്ഷയം കണ്ടെത്തിയത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതായിരുന്നു ഈ സമിതി പരിശോധിച്ചത്. അതിന് പ്രധാന കാരണമായി എത്തിയത് ഈ അടിയിൽ കൂടെയുള്ള സോയിൽ മൂവിംഗ് ആണ്. ആ മൂവിങ്ങിന് കാരണം അടിയിലൂടെയുള്ള വെള്ളമൊഴുക്കാണ് എന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. ശരി, ആർ അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.